ഹലോ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ ലഞ്ച് ബോക്സിൽ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ടായിരുന്ന ഒരു ഡിഷായിരുന്നു ചമ്മന്തി. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചമ്മന്തിയാണ്. പക്ഷെ വെറും ചമ്മന്തിയല്ല, മത്തി ചമ്മന്തിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് മീൻ പൊരിക്കണം. അപ്പം എൻ്റെ മസാല റെസിപ്പി കണ്ടാലോ എങ്ങനെയാന്ന്? അപ്പം അതിനാദ്യം വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കണം. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പെരുംജീരകപ്പൊടി, പിന്നെ ഫിഷ് മസാല, പിന്നെ നമുക്ക് ഇതിലേക്ക് മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇത്രയാണ് വേണ്ടത്. എന്നിട്ട് ഇത് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൻ്റെ കൂടെ എപ്പോഴും കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാറുണ്ട്. അപ്പം എനിക്കെന്തോ എണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോഴത്തേനും ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടാറുള്ള പോലെ തോന്നാറുണ്ട്. അപ്പം നമുക്ക് ആ മസാലയെല്ലാം മീനിലോട്ട് നല്ല പോലെ തേച്ച് പിടിപ്പിക്കണം. എല്ലാ മീനിലും നല്ലപോലെ മസാല പിടിക്കണം. കാരണം നമുക്ക് ഈ മീൻ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ ഈ എണ്ണയും വെള്ളവും അതിൻ്റെ കൂടെ വിനെഗറും കൂടി ആഡ് ചെയ്യാറുണ്ട്, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, മസാല മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമുക്കിത് മസാല എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ മിനിമം ഒരു 5 മിനിറ്റ്സ് എങ്കിലും ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും. മസാല പിടിക്കാൻ നല്ലതായിരിക്കും. അപ്പം ഞാനിപ്പോൾ 5 മിനിറ്റ്സേ വെച്ചിട്ടുള്ളൂ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പൊരിക്കുകയാണ്. അപ്പം ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ടേക്ക് എണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് നമുക്ക് മീൻ പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഫസ്റ്റ് ഇടാറുണ്ട്. എപ്പോഴും കറിവേപ്പിലയുടെ ഫ്ലേവർ ഒരു വേറെ ടേസ്റ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കറിവേപ്പില ഇടാറുണ്ട്. അതിനുശേഷം നമുക്ക് മീനെല്ലാം എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എന്നിട്ട് എപ്പോഴും ഈ മീൻ പൊരിക്കാറുള്ളപ്പം ലോ ഫ്ലെയിമിലാണ് വെക്കാറുള്ളത്. കാരണം ഹൈ ഫ്ലെയിം വെക്കുമ്പോൾ എപ്പോഴും എൻ്റെ മീൻ കരിഞ്ഞു പോകാറാണ് ചെയ്യാറ്. അപ്പം ഞാൻ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കും. എനിക്ക് നല്ലപോലെ ഫ്രൈ ആയിട്ട് വരണം. അപ്പം നമ്മൾ ഒരു സൈഡ് ഫ്രൈ ആക്കിയ ശേഷം മീനെല്ലാം തിരിച്ചിടാം. 2 സൈഡും നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ മീനെല്ലാം എന്താണ്ട് ഇവിടെ നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ടെങ്ങനെ മാറ്റാം. പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കുറച്ച് നേരം ഇത് ചൂടാറാനായിട്ട് വെക്കണം. കാരണം നമുക്കിത് പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് മുള്ള് സെപ്പറേറ്റ്, ഫ്ലഷ് സെപ്പറേറ്റ്, അങ്ങനെ സെപ്പറേറ്റ് ആക്കി നമുക്ക് മീൻ പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം അത് ആറാനെല്ലാം വെച്ചു. ചൂടാറിയ ശേഷം ഞാൻ മീനെല്ലാം പിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഞാൻ സെപ്പറേറ്റ് ആക്കി. എന്നിട്ട് നമ്മൾ ഈ മീൻ പൊരിച്ച പാത്രത്തിൽ തന്നെ അതിൽ കുറച്ച് എണ്ണ കാണുമല്ലോ, അതിൽ തന്നെ ഒരു 2 കുഞ്ഞുള്ളിയും ഒരു 2 പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ എൻ്റെ പാത്രത്തിൽ മസാല കുറച്ച് കരിഞ്ഞു പോയിട്ടുള്ളതുകൊണ്ട് അതെല്ലാം തുടച്ചിട്ട് പിന്നെയാണ് കുറച്ച് എണ്ണ ഒഴിച്ച് കുഞ്ഞുള്ളിയും വറ്റൽമുളകും ഇട്ട് വഴറ്റിയെടുത്തത്. എന്നിട്ട് ഇത് നമ്മൾ തിരികെ വെച്ചേക്കുന്ന തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം. അതായത് എത്ര ചമ്മന്തി വേണോ അതിനനുസരിച്ചുള്ള തേങ്ങ എടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ കുറച്ചേ തേങ്ങ എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ നോർമൽ ചമ്മന്തി എങ്ങനെയാണോ നമ്മൾ ഉണ്ടാക്കുന്ന സെയിം അതുപോലെ തന്നെ ഉണ്ടാക്കാറ്. പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇപ്പം എരിവ് ഒത്തിരി വേണ്ടാന്നാണെങ്കിൽ പച്ചമുളക് നമുക്ക് വേണ്ടാന്ന് വെക്കാം. പിന്നെ ചിലർ ഇതിനകത്തേക്ക് പുളി, ഇഞ്ചിയൊക്കെ ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. മീനും കൂടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഉപ്പും പിന്നെ മുളക് പൊടി. ഇതല്ലാതെ ഞാൻ പുളി, ഇഞ്ചി അതൊന്നും ഞാൻ ചേർക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് അതും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ ചമ്മന്തി ചീനിയുടെ കൂടെയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്നിവിടെ ചീനിയും മത്തി ചമ്മന്തിയും മത്തി ഫ്രൈ ആണ് ഉണ്ടായിരുന്നത്.